ജെനുവിനായിട്ട് വരുന്നവരെ ചതിക്കപ്പെട്ടു പോകുമ്പോഴാണ് പ്രയാസം ഉണ്ടാകുന്നത്. അവരുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇപ്പോൾ സിനിമയാണ് നമുക്കറിയാം, അത് ലാഭമാകാം നഷ്ടമാകാം, അതൊരു കച്ചവടവും കൂടിയാണ്, അതിനകത്ത് നമുക്ക് വിഷയമല്ല. പക്ഷെ ജെനുവിനായിട്ട് പാഷനായിട്ട് വരുന്നവരെ ഈ സിനിമയിലുള്ള വ്യക്തികൾ തന്നെ ചതിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടിൽ നിന്നാണ് ഞാൻ ഈ ആശയം എനിക്ക് തോന്നിയത്. അല്ല, താങ്കൾ സിനിമാ പാഷൻ ഉള്ളതുകൊണ്ട് സിനിമയെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നതാണ് താങ്കൾ ഈ ആശയം മുന്നിൽ വെക്കണമെന്നില്ല. ആശയം യോജിക്കുന്നു. ഇത് സംഘടനയുടെ മുന്നിലേക്ക് ഈ താങ്കളുടെ ഇന്റർവ്യൂ എത്തിക്കുന്നതായിരിക്കും. തീർച്ചയായും. താങ്ക് യു. അപ്പം ഞാൻ പറഞ്ഞു വന്ന വേറൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ സിനിമ നമുക്ക് ഈ പറഞ്ഞതുപോലെ മലയാള സിനിമയ്ക്ക് ഒരു 3-3.5 കോടി ജനങ്ങളുള്ള ഈ കേരളത്തിലെ മലയാള സിനിമയുടെ ഒരു ഇതിൻ്റെ ഏറിയ എത്ര കണ്ട് ജനങ്ങൾ കാണും. എൻ്റെ ഒരു കണക്ക് ശരിയാണെങ്കിൽ, ഞാൻ അറിഞ്ഞ കണക്ക് ശരിയാണെങ്കിൽ, ഒരു 6 to 8% ആൾക്കാരെ കേരളത്തിൽ ഈ സിനിമയിൽ നിത്യമായി സിനിമ കാണുന്നവരുള്ളൂ. 92-93% ആൾക്കാരൊന്നും നിത്യമായി സിനിമ കാണുന്നവരല്ല. കാരണം ഇന്നത്തെ കാലത്ത് ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസുകൾ, ധാരാളം എൻ്റർടൈൻമെൻറ്റ്സുകൾ നമുക്കെല്ലാം നമ്മുടെ കൈവിരൽ തുമ്പിലുണ്ട്. അപ്പം നാച്ചുറലി പിന്നെ പണ്ടത്തെ പോലുള്ള ഒരു സിനിമയോടുള്ള ഒരു പാഷനും അല്ല സിനിമയോടുള്ള പണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ പറഞ്ഞാൽ സിനിമ മാത്രമേ ഉള്ളൂ, എൻ്റർടൈൻമെൻറ്റായിട്ട് ഇവിടെ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാലഘട്ടം നമ്മൾ ഒരുപാട് കടന്നുപോയി കഴിഞ്ഞു. അപ്പോൾ അതനുസരിച്ചുള്ള മാറ്റം നമുക്ക് ആവശ്യമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, ഇപ്പം ഈ താരങ്ങളുടെ പ്രതിഫലം തന്നെ ഞാൻ ഉദാഹരണമായിട്ട് പറയാം. വലിയ വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഒരു വലിയ വിഷയം ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണമെന്ന് പറയുന്നതിനോട് 101% ഞാൻ യോജിക്കുന്നു. പ്രൊഡ്യൂസർ ആയതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് മാത്രമല്ല, കാരണം അത് ഈ ഇൻഡസ്ട്രിയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അല്ലാതെ എൻ്റെ ഒരു ഇപ്പോൾ പടം ഇറങ്ങിയത് കൊണ്ടോ അല്ല എൻ്റെ പടം വിജയിക്കാൻ പോയതുകൊണ്ടോ ഞാൻ പറയുന്ന അഭിപ്രായമല്ല. ഈ ഇൻഡസ്ട്രിയുടെ നിലനിൽപ്പാണത്. എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഉദാഹരണ സഹിതം നമ്മുടെ മുമ്പിൽ ധാരാളം ഉദാഹരണങ്ങൾ കിടപ്പുണ്ട്. ഒരു പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ ഒരു സിനിമ, ഞാൻ എപ്പോഴും വിളിക്കുന്ന പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ശ്വാസമാണ്. നമുക്ക് ശ്വാസം ഇല്ലെങ്കിൽ നമ്മുടെ ശരീരം ഒന്ന് ആലോചിച്ച് നോക്കി നിന്നതോടെ. ഒരു സിനിമയെ സംബന്ധിച്ച് ആ പ്രൊഡ്യൂസറാണ് അതിൻ്റെ ഓക്സിജൻ എന്ന് പറയുന്നത്. അയാളില്ലെങ്കിൽ അയാളില്ല. അപ്പോൾ അയാളെ പോലെയുള്ളവരെ നിലനിർത്തേണ്ടത് ഈ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും കൂടിയാണ് ഒരു പരിധി വരെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ താരങ്ങളുടെ പ്രതിഫലം എന്ന് പറയുന്നത്, ഈ ഒരു സിനിമ ഒന്ന് അല്പസ്വല്പം വിജയിച്ചു കഴിഞ്ഞാൽ എത്രയോ ഇരട്ടി പണമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് ഇവർ ചിന്തിക്കുന്നില്ല. ഈ സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഉണ്ട് ഈ പ്രൊഡ്യൂസറുടെ കൂടെ? അവരുടെ എല്ലാ ചെലവുകളും അയാൾ ഏറ്റെടുത്ത്, എല്ലാ ബാധ്യതകളും ഏറ്റെടുത്ത് എന്തുമാത്രം അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ബഡ്ജറ്റിലൊന്നും ഒരു സിനിമ നിൽക്കാറില്ല. ഇപ്പം തന്നെ ഉദാഹരണം ഞാൻ പറയാം, ഒരു ആർട്ടിസ്റ്റ് വാല്യൂ ഇല്ലാത്തൊരു സിനിമ ഇന്ന് ഇവിടെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് ഏകദേശം ഒരു ഫസ്റ്റ് പ്രിൻ്റ് തിയേറ്ററിൽ ഒരു സിനിമ വരുമ്പോഴത്തേക്കും 3 മുതൽ 4 രൂപ CR കോസ്റ്റാണ് ഒരു ആർട്ടിസ്റ്റ്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റുള്ള പടങ്ങൾ ആലോചിച്ചു. അപ്പോൾ ആർട്ടിസ്റ്റുള്ള പടം എടുക്കാനാണ്. അപ്പോൾ ആർട്ടിസ്റ്റുള്ള പടം എടുത്തില്ലെങ്കിൽ OTTക്കാർക്ക് വേണ്ട. ഇപ്പോഴത്തെ പഴയ പോലുള്ള OTTക്ക് ഡിമാൻഡും ഇല്ല. അവരിതെല്ലാം കഴിഞ്ഞ് അവർക്ക് ലാസ്റ്റ് ആർക്കും എല്ലാം കഴിഞ്ഞുള്ള ഓട്ടം കഴിയുമ്പോൾ അവരുടെ അടുത്തോട്ട് കയറി ചെല്ലുന്നത്. അപ്പോൾ ആ ഒരു പ്രാമുഖ്യമേ ഉള്ളൂ സിനിമയുടെ ബിസിനസ് മേഖലയിൽ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതിനകത്ത് സഹകരിക്കാൻ പറ്റുന്നതും ഈ ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്താൻ പറ്റുന്നതും പ്രൊഡ്യൂസർമാരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതും ഈ താരങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പം തന്നെ പറയുന്നുണ്ട് താരങ്ങൾ സിനിമ എടുക്കുന്നു. എത്ര താരങ്ങൾ ഇവിടെ സിനിമ എടുക്കുന്നുണ്ട്? വിരലിൽ എണ്ണാനുള്ള താരങ്ങൾ ഇവിടെ സിനിമ എടുക്കുന്നുള്ളൂ. 26 കമ്പനി ഉണ്ടേ. 26 കമ്പനി ഉണ്ടെങ്കിൽ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങുന്ന എത്ര കമ്പനികളുണ്ട് ഇവിടെ? വളരെ കുറച്ച് കമ്പനികളേ ഉള്ളൂ. വരുന്നവർ നാളത്തെ മഴയ്ക്ക് കുളിർക്കുന്ന ഇതുപോലെ നിൽക്കുകയാണ്. അത് കഴിയുമ്പോൾ അവരെ കാണുന്നില്ല. പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഈ താരങ്ങളുടെ സിനിമ കൊണ്ട് മാത്രം ഇൻഡസ്ട്രി മുന്നോട്ട് പോകത്തില്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.